ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് കൃഷ്ണദാസ് താങ്കളിലേക്കാണ് വരുന്നത്. ഇന്ന് പാലക്കാട് വലിയ പോരാട്ടം നടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന രണ്ട് വാർത്തകൾ ബി ജെ പിക്കെതിരാണ്. ബി ജെ പി അവിടുത്തെ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. രണ്ടാമത് ഈ വയനാടിൻ്റെ കാര്യത്തിൽ വയനാട് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും. നരേന്ദ്രമോദി ഇവിടെ വന്ന് വയനാട്ടിലെ ജനങ്ങളെയൊക്കെ കണ്ട് പറഞ്ഞു പോയതിൻ്റെ ഒരു ഫലം ഉടനെ ഉണ്ടാകും. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ആളുകളോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നതാണ്. അത് കിട്ടാൻ പോകുമെന്ന് പറഞ്ഞെടുത്ത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാൾ ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നു. അങ്ങനെ ഒരു കേന്ദ്ര സഹായം കിട്ടാൻ പോകുന്നില്ല എന്ന് കൈ മലർത്തി കാണിക്കുകയാണ് നരേന്ദ്രമോദി. അപ്പോൾ ഇത് ചർച്ചയാകില്ലേ പാലക്കാട്? ഡോക്ടർ ലാൽ, ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് രണ്ട് നിയമസഭകളിലേക്കും ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ്, അതുണ്ടാകുന്നതിന് മുൻപേ ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അന്ന് മുതൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള വിജയമുണ്ടായതിനു ശേഷം വളരെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ്, കള്ള ആരോപണങ്ങളാണ് ബി ജെ പിക്കെതിരായി കഴിഞ്ഞ 3-4 മാസക്കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിങ്ങൾ മാത്രമല്ല, LDF മാത്രമല്ല, UDF-ഉം LDF-ഉം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ബി ജെ പിക്കെതിരാണ്. ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ബി ജെ പിയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ. ഇതിലിപ്പോ എന്ത് കള്ളം പറഞ്ഞു എന്നാണ്? ഈ വയനാട്ടിൽ ധനസഹായം കൊടുക്കും, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ബി ജെ പിക്കാരും ഉണ്ടല്ലോ. മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണല്ലോ. ഇപ്പൊ ഉടനെ കിട്ടുമെന്ന് പറഞ്ഞാണല്ലോ. ഇപ്പൊ കൈമലർത്തി കാണിക്കുമ്പോൾ എന്ത് കള്ളം ആര് പറഞ്ഞു എന്നാണ്? ഡോക്ടർ ലാൽ, ഞാൻ ആ വിഷയത്തെ കുറിച്ച് മാത്രമല്ലല്ലോ കള്ളം എന്ന് പറഞ്ഞത്. രാഷ്ട്രീയ ആരോപണങ്ങൾ നടക്കുന്നതെല്ലാം ബി ജെ പിക്കെതിരെയുള്ളത് കള്ളപ്രചരണമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങത് വയനാട്ടിലേക്ക് വന്നതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യം ആദ്യം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വയനാട് ദുരന്തമുണ്ടാകുന്നതിന് തൊട്ടു മുൻപ് തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി കേരളത്തിലേക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട്, അതിൽ ഏതെങ്കിലും ഒരു പൈസ തടഞ്ഞു വെച്ചതായിട്ടുള്ള അറിവ് നമ്മുടെ പൊതുമണ്ഡലത്തിലില്ല. അല്ല, അതല്ലല്ലോ പ്രശ്നം. ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതല്ലല്ലോ പ്രശ്നം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് എല്ലാ കൊല്ലവും കൊടുക്കുന്ന ആ ഫണ്ടിനെ കുറിച്ചല്ല എൻ്റെ ചോദ്യം. വയനാട്ടിൽ നമ്മളാരും കണ്ടിട്ടില്ലാത്ത, അവിടെ ജനങ്ങൾ ഒട്ടാകെ മണ്ണിനടിയിലേക്ക് ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ട് അവിടെ പോയി നരേന്ദ്രമോദി വന്ന് അവിടുത്തെ കുട്ടികളെയൊക്കെ എടുത്ത് തോളത്ത് വെച്ച് കരഞ്ഞ് കണ്ണീര് കാണിച്ച് നാടകം കളിച്ച് പോയി എന്ന് ഇന്ന് പറയേണ്ടി വരുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു സഹായം പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ വയനാട്ടിൽ പറ്റിച്ച് വോട്ട് വാങ്ങിയെങ്കിൽ പാലക്കാട് അത് ചർച്ചയാകില്ല എന്നൊരു ധൈര്യമാണോ നിങ്ങൾക്ക്? അതുമാത്രമല്ല, അവിടെ ആ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ക്രമക്കേട് കാട്ടിയതിൻ്റെ വാർത്തയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങയുടെ ഒരു ചോദ്യത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ എല്ലാ ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പക്ഷെ അങ്ങ് ഇനി എന്റെ ചോദ്യത്തിനിടയിൽ ഒരു ഉപചോദ്യവുമായിട്ട് വരികയാണെങ്കിൽ എന്നോട് മുന്നേറി പറയണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വയനാടിനെ സംബന്ധിച്ച് അങ്ങ് സൂചിപ്പിച്ചതിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് അല്ലാതെ ഏത് ഫണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കിയിട്ടുള്ളത്? അങ്ങ് ഉത്തരം പറയണം. രണ്ട്, അങ്ങ് ചോദിച്ചത് കൊണ്ട് അങ്ങ് ഉത്തരം പറയണം. ചിലവാക്കിയതിന്റെ റീഇംബേഴ്സ്മെന്റ് അല്ല ചോദിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട, ആ വയനാട്ടിലെ ജനങ്ങൾക്കൊരു പുതിയ ജീവിതം സൃഷ്ടിച്ചു കൊടുക്കേണ്ട അതിൻ്റെ സഹായത്തിന് വേണ്ട പണമാണ്. അവിടെ അവർക്ക് ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്രം തരാൻ പോകുന്നൊരു സഹായത്തെക്കുറിച്ചാണ്. ഇവിടെ കാറ്റ് ദൂരെ നടിച്ചാൽ തന്നെ ഒറീസയ്ക്കും ബീഹാറിനും സഹായം പ്രഖ്യാപിക്കുന്ന ഒരു ശീലം കൂടി നമുക്കുണ്ടല്ലോ. അത് കൂടി ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് വിനീതമായി അഭ്യർത്ഥിച്ചത്. ഞാൻ എന്റെ ഭാഗം ഒന്ന് പൂർത്തിയാക്കാൻ എനിക്കൊരു മിനിമം സമയമുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ പറയാം. ഞാൻ ഇനി പറയുന്നില്ല. അങ്ങ് ഇത്രയും വിശദീകരിക്കേണ്ട, അങ്ങ് പറഞ്ഞോളൂ.
ഞാൻ ആ ഇടയ്ക്ക് ആ ചോദ്യങ്ങളൂടി അല്ല, അപ്പൊ അങ്ങ് പറയുന്ന ഒരു കമന്റിന്റെ അതല്ല, കൂട്ടത്തിൽ അതും കൂടി അല്ല, പറഞ്ഞു പോകുന്നതാണ്. അല്ലല്ല, ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ചേർത്തിട്ട് ഞാൻ പറഞ്ഞോളാം. അങ്ങ് ഊഹിക്കുന്ന ചോദ്യത്തിനോടുള്ള ഉത്തരം ഞാൻ പറഞ്ഞോളാം. വർഷം കഴിഞ്ഞല്ലോ. അതായത് വയനാട് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടായാൽ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള ഫണ്ടല്ലാതെ മറ്റേതെങ്കിലും ഒരു ഫണ്ട് ഈ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വയനാട്ടിൽ എന്നല്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദുരന്തമുണ്ടായപ്പോൾ ഉപയോഗിച്ചതായി അങ്ങയുടെ അറിവിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. അല്ല, എന്റെ അറിവ് ഇതാണ്, എന്റെ അറിവ് ഇതാണ്. ഇപ്പോൾ ദേശീയ ഒറീസയ്ക്കും തെലങ്കാനയ്ക്കും ബീഹാറിനും ഒക്കെ കൊടുത്ത പ്രഖ്യാപനങ്ങൾ ഏത് ഫണ്ടിൽ നിന്നാണ്? അവിടെ എല്ലാ വർഷവും കൊടുക്കുന്നതാണോ? കാറ്റടിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കുന്ന പൈസയാണോ അവിടെ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഈ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടായതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റിലേക്ക് അവിടെ ഒരു പുതിയ പദ്ധതി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് വരാൻ പോകുന്നു അവരെ പുനരധിവസിപ്പിക്കാൻ, അതിന് ഞങ്ങൾക്ക് ഇത്ര പണം വേണം, അതിന്റെ കണക്കുകൾ ഇതാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്ത് പദ്ധതിയാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്? സർ, ഇത് നിങ്ങൾ അവിടെ ആളുകളുടെ സമർപ്പിച്ചത് ജീവിതം പറയുന്ന ഒലിച്ചുപോയി. അവർക്ക് എന്താണ്, അരി ഞാൻ പോലും എന്റെ വാങ്ങിക്കാനുള്ള ചോദ്യത്തിന് പൈസ ഉത്തരം ഇല്ലാത്തൊരു പറയാം. സമയത്ത് അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ എനിക്ക് കേൾക്കണ്ട. അല്ലല്ല, അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ എനിക്ക് കേൾക്കണ്ട. എനിക്ക് അങ്ങേക്കൊന്നും കേൾക്കേണ്ടത് കേൾക്കണ്ട. ഈ ചോദ്യത്തിന് നാട്ടുകാർക്കുള്ള ഉത്തരമാണ്. ചോദ്യങ്ങൾ അങ്ങേക്ക് കേൾക്കണ്ട. അതാണ് എനിക്ക് അല്ല, അറിയേണ്ടത്. ഞാൻ ഇന്നലെ വരെ അങ്ങ് നിങ്ങൾക്കത് കേൾക്കാമായിരുന്നു. അങ്ങ് എന്നോട് ഇന്നലെ വരെ വയനാട്ടിലെ അങ്ങ് തെരഞ്ഞെടുപ്പ് എന്നോട് നടക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ ഏത് മാധ്യമം അല്ലല്ല, ചോദിച്ചാലും നിങ്ങൾ അങ്ങ് കേട്ടുകൊണ്ടിരിക്കും. മറുപടി പറയും, ഉടനെ അല്ലല്ല, വരുമെന്ന് പറയും, കൊടുക്കാൻ പോവുകയാണെന്ന് പറയും.